നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആദരാഞ്ജലി അർപ്പിച്ച് ഡൽഹിയിൽ പ്രതിഷേധം. ഡൽഹി സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥികളാണ് പോസ്റ്ററുകൾ എഴുതി പ്രതിഷേധം സംഘടിപ്പിച്ചത്. അടുത്തിടെ ICUവിൽ പ്രവേശിപ്പിച്ച കമ്മീഷന്റെ വേർപാട് ദുഃഖത്തോടെ അറിയിക്കുന്നുവെന്നാണ് പോസ്റ്റർ. ഇന്ത്യയിലെ ജനാധിപത്യം മരിച്ചുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആരോഗ്യനില കഴിഞ്ഞ 10 വർഷമായി വഷളായിരുന്നു. അടുത്തിടെ ICUവിലും പ്രവേശിപ്പിച്ചു. ശേഷം 2024 ഏപ്രിൽ 21 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തരിച്ചു എന്ന കാര്യം ഞങ്ങൾ വ്യസനസമേതം അറിയിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥികൾ പോസ്റ്ററിൽ എഴുതിയത്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനൊപ്പം പുതുതായി നിയമിതരായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ജ്ഞാനേഷ് കുമാർ, ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരുടെ ചിത്രങ്ങളും മാലയിട്ട പോസ്റ്ററിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങളെ അവഹേളിച്ചു എന്നാണ് നിയമ വിദ്യാർത്ഥിയായ മണിക് ഗുപ്തയുടെ പ്രതികരണം. എന്തായാലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തെളിയിച്ചിട്ടുള്ളത്. നിരവധി പേരാണ് വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. യുവാക്കൾ സത്യം പറയുകയും അതിനനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്താൽ ഇനിയും പ്രതീക്ഷയുണ്ട് എന്നാണ് പൊതുവെയുള്ള പ്രതികരണം. അതിനിടെ നരേന്ദ്രമോദിയുടെ രാമക്ഷേത്ര പരാമർശത്തിൽ ചട്ടലംഘനം ഇല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. UPയിലെ പിലിഭിത്തിയിലെ രാമക്ഷേത്രം സംബന്ധിച്ച് പരാമർശിച്ച പരാതിയും കമ്മീഷൻ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അങ്ങനെ നിരവധി കാര്യങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് ക്ലീൻ ഷീറ്റ് നൽകിയത്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പരാതി നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാതാക്കുന്നത്. അത് മോദിക്കും കൂട്ടർക്കും വേണ്ടി. മോദിക്കെതിരെ വരുന്ന പരാതികളിലൊക്കെ ക്ലീൻ ഷീറ്റ് നൽകി കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കുമെതിരെ വരുന്ന പരാതികൾക്ക് നടപടിയും എടുത്ത് പക്ഷാപാത നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുന്നത്. BJPയുടെ B ടീം അല്ലെങ്കിൽ BJP ഏജന്റ്, അങ്ങനെ ഒട്ടനവധി വിശേഷങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാജ്യത്തെ പൗരന്മാർ നൽകുന്നത്. സത്യത്തിൽ അതും ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് മോദിക്ക് ഇവിടെ എന്തും പറയാമെന്നുള്ള ഹുങ്കുള്ളതും. ഇനിയും അവസരങ്ങൾ ഉണ്ട്. ജനാധിപത്യ മതേതര ഇന്ത്യയെ കശാപ്പു ചെയ്യാതിരിക്കാൻ മോദി ഭരണത്തെ താഴെയിറക്കാൻ നാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത്. അതിന് ജനങ്ങൾ തെരുവിലിറങ്ങുക തന്നെ വേണം. ഒറ്റക്കെട്ടായി നാം തെരുവിലിറങ്ങിയാൽ ഒരു ഏജൻസികൾക്കും BJPയുടെ ഒരു സംവിധാനങ്ങൾക്കും ജനങ്ങളെ തടയാനാവില്ല എന്നതാണ് സത്യം.